കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം മുഴുവൻ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടലുകളെ തെറ്റിക്കുന്ന ഒരു ദൈവത്തെ. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മടുത്തുപോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു. അപ്പോൾ കർത്താവിന് തന്നെ അറിയാം, പ്രാർത്ഥിക്കുന്നവൻ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞാലും കേൾക്കുകയില്ല, മനുഷ്യൻ പറഞ്ഞാലും കേൾക്കാത്ത ഒരു അനുഭവം. അപ്പോൾ ഒരു സാധു എവിടെ പോകും? മനുഷ്യൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നമുക്ക് സഭയിൽ പോകാം. സഭയിൽ ചെന്നൊരു മനുഷ്യൻ അവിടെ ചെന്നിട്ട് ദൈവവും ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു വിധവയുടെ ഉപമയാണ് പറയുന്നത്. പ്രശ്നം എന്താ? കർത്താവ് എന്തുകൊണ്ടാണ് ഉത്തരം കൊടുക്കാത്തത്? എഴുതിയിട്ടുണ്ട് 7-ാം വാക്യത്തിൽ: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? എന്താണ് ഇത്ര ദീർഘക്ഷമ കാണിക്കാൻ കാര്യം? വേറൊന്നുമല്ല, പ്രതിയോഗി വിശ്വാസി തന്നെയാണ്. അതുകൊണ്ടാണ് ദീർഘക്ഷമ കാണിക്കുന്നത്. അപ്പൻ്റെ 2 മക്കൾ തമ്മിലാണ് ഈ കളി നടക്കുന്നത്. ആരെ അടിക്കും? രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് കർത്താവ് ലാസ്റ്റ് ചോദിക്കുന്നത്. വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, പക്ഷെ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിധവയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഇവൾ വിടുതൽ കിട്ടിയില്ല, ഒടുക്കം വന്ന് ന്യായാധിപൻ്റെ മുഖത്തടിക്കും. അപ്പോൾ വിശ്വാസിയായിട്ട് അടി നടക്കാൻ ദൈവം സമ്മതിക്കില്ല, ദീർഘക്ഷമ കാണിക്കും. പത്രോസ് ഇതേ കൺഫേം ചെയ്ത് പറയുകയാണ്: കർത്താവിൻ്റെ വരവ് താമസമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 പേരും വിശ്വാസികളാണെങ്കിൽ 2 പേരും പ്രാർത്ഥിക്കുമല്ലോ. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥന കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിനവിടെ ഫസ്റ്റ് പ്രിയോറിറ്റി ഉണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത്, തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നു. അവരും പള്ളിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരാൾ പറയുന്നത് ശരിയാണ്, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, നീതികേട് കാണിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, ശേഷം മനുഷ്യരെ പോലെയല്ല, ഞാൻ ഈ ചുങ്കക്കാരനെ പോലും അല്ല, ഞാൻ സ്പെഷ്യലാണ്. കാരണം ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ദശാംശം കൊടുക്കുന്നു കറക്റ്റായിട്ട്. മറ്റവനാ? പാപം ചെയ്തവൻ സ്വർഗത്തിലോട്ട് പോലും നോക്കാതെ നെഞ്ചത്തടിച്ച്, കർത്താവേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ന്യായാധിപൻ പറയുക, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലോട്ട് മടങ്ങി. നീ മറ്റുള്ളവരുടെ ജഡ്ജായതല്ലേ, നിനക്ക് നീതി കിട്ടുകയല്ല. തന്നെത്താനെ ജഡ്ജായ ഒരുത്തനുണ്ട്, അവന് സ്വർഗത്തിൻ്റെ ജഡ്ജി നീതീകരിച്ച് വീട്ടിലോട്ട് വിട്ടു. മൂന്നാമത് നമ്മൾ കാണുന്നതും പള്ളിയുടെ വിഷയം തന്നെയാണ്: ശിശുക്കളും ശിഷ്യന്മാരും. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ, കൂടെ വസിക്കുന്നവർ. അവർക്ക് അതിൻ്റെതായൊരു ഗമയുണ്ടല്ലോ. അപ്പോൾ ശിശുക്കൾ വന്നപ്പോൾ വേണ്ട, അടുത്തോട്ട് വരണ്ട. യേശു പറഞ്ഞ അവരെ വിട്, അവരെ ഇങ്ങ് വിട്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. പത്രോസേ, യോഹന്നാനേ, യാക്കോബേ, അന്ത്രയോസേ, നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഇവരെ പോലെയാണ്. എന്നാലേ ദൈവരാജ്യത്തിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നീട് പത്രോസും യോഹന്നാനും അന്ത്രയോസും യാക്കോബും ഫിലിപ്പോസും എല്ലാം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. അവർ ഈ പാഠം പഠിച്ചിട്ട് ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊണ്ടു. 4-ാമത്തെ ഇൻസിഡൻ്റ് എന്താണ്? ഒരു പ്രമാണി. ആ വാക്കിൽ തന്നെ ഉണ്ട്, പ്രമാണി. അവൻ ചോദിക്കുകയാണ്, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ത് വേണേലും പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്യാം. അവൻ മോശക്കാരനാണോ? അവനും ഇതുപോലെ തന്നെയാണ്. ചെറുപ്പം മുതലേ 10 കൽപ്പന പാലിക്കുന്നൊരു മനുഷ്യൻ. കർത്താവ് 5 പറഞ്ഞോളൂ. അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഒരു കുറവുണ്ട്. എന്താണ്? നിത്യജീവനല്ലേ വേണ്ടത്? എൻ്റെ ധനമാണോ നിനക്ക് വലുത്, ദൈവമാണോ വലുത്? അതൊന്ന് തെളിയിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ വരാം. അവൻ ദുഃഖിച്ചു പോയി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ പണവും പ്രമാണിത്തരവുമാണ് അവൻ്റെ കൃപയേക്കാൾ വലുത്. സദൃശ്യവാക്യം പറയുന്നത് അങ്ങനെയല്ല. അനവധി സമ്പത്തിനേക്കാളും സത്കീർത്തിയും വെള്ളിയേക്കാളും പൊന്നിനേക്കാളും കൃപയുമാണുള്ളത്. ഇത് പഠിച്ചിട്ടുണ്ടോ? ലോകം തരുന്ന വലിയ പേരിനേക്കാളും
രക്ഷിക്കപ്പെട്ടവൻ, പ്രാർത്ഥനക്കാരൻ എന്ന പേര് വലുതാണെന്ന്. ബാങ്കിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് രൂപയെക്കാളും മേടിച്ചിട്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നിലങ്ങളെക്കാളും വലുതാണ് കൃപയെന്ന്. കാരണം ഈ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് പൈസയല്ല, കൃപയാണ്. സുരക്ഷയുമില്ലാത്ത അരക്ഷിതത്വമുള്ള രാജ്യങ്ങളിലൂടെ പോകേണ്ടി വരുമ്പോൾ വർക്ക് ചെയ്യുന്നത് കൃപയാണ്. അതുകൊണ്ട് കൃപയാണ് വലുത്. കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സഭാ ജീവിതത്തിലും വലുത് കൃപയാണ്. ഹല്ലേലൂയ. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് കാര്യം പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ സമ്മറിയാണ്. കണ്ണുള്ള കുറേ പേര് യേശുവിൻ്റെ പുറകെ ചാടി തുള്ളിച്ചാടി പോകുമ്പോൾ കണ്ണില്ലാത്ത ഒരുത്തൻ വഴിയരികെ ഇരുന്ന് വിളിക്കുകയാണ്, ദാവീദ് പുത്രാ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. അപ്പോൾ കേൾക്കേണ്ട പോലെ ഒന്ന് കേൾക്കണം. ഈ ജഡ്ജി ആരാണെന്ന് കേൾക്കേണ്ട പോലെ കേൾക്കണം. പ്രാർത്ഥന കേൾക്കുന്നവൻ ആരാണെന്ന് നീ ഒന്ന് കേൾക്കണം. ദൈവരാജ്യത്തിൽ വലിയവനാരെന്ന് നീ ഒന്ന് കേൾക്കണം. അങ്ങനെ സൗഖ്യം കിട്ടിയവനോട് കർത്താവ് പറയാണ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എവിടെയായി? ആദ്യം ചോദിച്ചായിരുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അവൻ വിശ്വാസം കണ്ടെത്തുമോ? കണ്ടെത്തും. കാണുന്നത് വിശ്വസിക്കുന്നവരിലൂടെയല്ല, കേൾക്കുന്നത് വിശ്വസിക്കുന്നവരിലൂടെ. കണ്ട് വിശ്വസിക്കാമെന്ന് പറയുന്നവരിലൂടെയല്ല, അരുളപ്പാട് കേട്ട് വിശ്വസിക്കുന്നവരിലൂടെ. നസറായനായ യേശു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ദാവീദ് പുത്രാ എന്ന് മനസ്സിലാക്കുന്നവനിലൂടെ വിശ്വാസം നിലനിൽക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും. അവൻ്റെ അരുളപ്പാടിനാൽ നിങ്ങളുടെ സങ്കടം അവൻ പോക്കും. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ മാനിക്കപ്പെടും. ആമേൻ.